ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എന്നുള്ളത് അവർ ഇസ്രായേലിനെതിരെയുള്ള ഒരു ആക്രമണത്തിന് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതായി പൂർത്തീകരിച്ചതായി ഇറാനിലെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് വരും മണിക്കൂറുകളിലെ വ്യക്തമാക്കുകയുള്ളൂ. ഏതായാലും ഇറാന് നേരെയുണ്ടായ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക ഓപ്പറേഷന് ശേഷം ഇറാൻ വളരെ വലിയ രീതിയിലുള്ള വീഡിയോകളും പ്രസ്താവനകളും ഒക്കെ പുറത്തിറക്കുന്നു. ഹിബ്രു ഭാഷയിൽ തന്നെ അലി ഖുമാനിയുടെ അലി ഖമേനിയുടെ ട്വീറ്റ് വന്നിരുന്നു. പിന്നീട് ആ ട്വീറ്റ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എന്നുള്ളത് ഇറാൻ ഒരു ആക്രമണത്തിന് പൂർണ്ണമായിട്ടും ആയതായി അവിടുത്തെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ നയതന്ത്ര പ്രതിനിധികൾ തന്നെ പ്രധാനപ്പെട്ട സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തകൾ എന്നുള്ളത് അവർ ഒരു സദക് 3 എന്നുള്ള ഒരു ആക്രമണത്തിന് അഥവാ ഈ ഒരു ആക്രമണത്തിന് അവർ പേര് നൽകിക്കൊണ്ട് അത്തരം എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരണം നടത്തിയതായിട്ടാണ് വാർത്തകൾ വരുന്നുള്ളത്. ഏത് നിമിഷവും ഇസ്രായേലിന് നേരെയുള്ള ഒരു ആക്രമണം ഇറാൻ നടത്തുമെന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഇറാൻ മീഡിയകളെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ കാര്യങ്ങൾ നടക്കുന്നുള്ളത് സിറിയയിലാണ്. സിറിയയിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ സിറിയയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇസ്രായേൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ സിറിയയെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. അത് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളിൽ എന്തുകൊണ്ട് സിറിയ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ സിറിയയിലൂടെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത്, യുദ്ധത്തിന്റെ മർമ്മപ്രധാന പോയിന്റ് എന്നുള്ളത്. കാരണം സിറിയയിലെ ബഷർ അൽ അസദിന്റെ എതിരായ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടായതിനു ശേഷം, സിവിൽ വാർ അവിടെ ഉണ്ടായതിനു ശേഷം അവിടെ നടന്നിട്ടുള്ള ബഷർ അൽ അസദിന് വളരെ വലിയ ക്ഷീണം അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ബഷർ അൽ അസദിന്റെ സൈന്യം ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു സംവിധാനങ്ങളും അല്ലെങ്കിൽ അത്രയും ശക്തിയൊന്നും ബഷർ അൽ അസദിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഈ വലിയ രീതിയിലുള്ള സിവിൽ വാർ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷേ സിറിയയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം എന്നുള്ളത്. ഇത് സിറിയയിലൂടെയാണ് ഈ പ്രതിരോധ വിഭാഗങ്ങളുടെ ഒരു ഏകീകരണം അഥവാ പ്രതിരോധ വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ചും ഹിസ്ബുള്ളയ്ക്കുമൊക്കെയുള്ള ബന്ധങ്ങൾ ഇറാൻ നടത്തുന്നുള്ളത് അത് സിറിയ വഴിയാണ് എന്നുള്ള സംശയമാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സിറിയയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. നേരത്തെ തന്നെ ഈ സിറിയയിൽ ഒരു ആഭ്യന്തര കലാപം രൂക്ഷമായപ്പോൾ, സിവിൽ വാർ വന്നപ്പോൾ ഇറാനും ഹിസ്ബുള്ളയും അതിൽ കക്ഷിയായതിന്റെ പിന്നിലുള്ള കാരണവും രാഷ്ട്രീയം മാത്രമല്ല, അതിന് പിന്നിലുള്ള കാരണങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് അത് സിറിയയുമായി ബന്ധപ്പെട്ട് സിറിയയിൽ ഇറാനെ പിന്തുണക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ മാത്രമേ ഹിസ്ബുള്ളയുമായിട്ടുള്ള അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇറാന് നടത്താൻ പറ്റുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ ഖുദ്സ് ഫോഴ്സ് ആണ് ഇക്കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അഥവാ ഖുദ്സ് ഫോഴ്സിന്റെ ആളുകളാണ് ഇവിടെ ഹൂത്തികളുമായിട്ടും അല്ലെങ്കിൽ ഹമാസുമായിട്ടും അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുള്ളത്. അവർക്ക് വേണ്ട ടെക്നോളജികൾ, അവർക്ക് വേണ്ട ആയുധ പരിശീലനങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇത്തരത്തിൽ ഓപ്പറേഷനുകൾ നടത്തേണ്ടതിന്റെ പദ്ധതികളൊക്കെ ഇത്തരത്തിൽ ഖുദ്സ് ഫോഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാന് നയതന്ത്രപരമായ കാര്യങ്ങൾ ഹിസ്ബുള്ളയുമായിട്ട് നിർവഹിക്കണമെങ്കിൽ ഇറാന്റെ പ്രധാനപ്പെട്ട അലേ എന്നുള്ള രീതിയിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു നയതന്ത്രങ്ങൾക്ക് ഈ സിറിയ എന്നുള്ള രാജ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാനും ഇസ്രായേലും നേരിട്ട് അതിർത്തി പങ്കിടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സിറിയ വഴിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കുക, ഈ ഒരു വഴി അടക്കുക എന്നുള്ളതാണ് ഈ സിറിയൻ ആക്രമണം കൊണ്ട് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വർഷങ്ങളായി സിറിയയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സിവിൽ വാർ ഉണ്ടായതിനു ശേഷം സിറിയൻ ഏകാധിപതി ബഷർ അൽ അസദിന് നേരെയുണ്ടായ രക്തരൂക്ഷിതമായ കലാപങ്ങൾ ആ രാജ്യത്ത് ഉണ്ടായപ്പോൾ, അത്തരം ഒരു ഭയാനകരമായ സാഹചര്യം അവിടെ ഉണ്ടായപ്പോൾ ഇറാനും ഹിസ്ബുള്ളയും അതിൽ ഇടപെട്ടിട്ടുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു സുന്നി ഷിയ വിഷയമായത് കൊണ്ട് അല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്.
സുന്നി ഷിയ വിഷയങ്ങളൊക്കെ പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ഇറാഖിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ലെബനനിൽ ഉണ്ടായിട്ടുണ്ട്, മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇറാൻ നേരിട്ട് ഇടപെടുകയും ആ രാജ്യത്ത് ആഭ്യന്തര വിഷയങ്ങളിലൊക്കെ പോയി ഇടപെട്ടുകൊണ്ട് അതിൽ പക്ഷം പിടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ബഹ്റൈനിൽ അടക്കം സുന്നി ഷിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഇറാനും ഹിസ്ബുള്ളയും ഇടപെട്ടിട്ടുള്ളത് അവരുടെ ഇത്തരം ഒരു സുന്നി ഷിയ വിഷയമായത് കൊണ്ടല്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വശം എന്നുള്ളത്. ബഷർ അസദ് എന്നുള്ള ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്ന ഒരു ഭരണകർത്താവ് തന്നെ അവിടെ ഉണ്ടാവുമ്പോൾ പോലും അവിടെ ഈ ഒരു ലെബനനിലെ ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ, അല്ലെങ്കിൽ ഈ ഫലസ്തീൻ വിമോചന പോരാട്ടത്തെ പിന്തുണക്കാൻ ഈ ബഷർ അൽ അസദ് എന്നുള്ള ഏകാധിപതി തയ്യാറായിരുന്നു. അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ തീരുമാനങ്ങൾ ബഷർ അൽ അസദിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബഷർ അൽ അസദിന്റെ സർക്കാരിനെ അട്ടിമറിച്ച് ഇല്ലാതാക്കി അവിടുത്തെ മുഴുവനും സംവിധാനങ്ങളെ നശിപ്പിച്ചാൽ അത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ ഹിസ്ബുള്ളയും ഇറാനും മനസ്സിലാക്കുകയാണ്. അതിനുശേഷമാണ് IRGCയുടെയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെയും ഹിസ്ബുള്ളയുടെയും പ്രവർത്തനങ്ങൾ സിറിയയിൽ ആഭ്യന്തര യുദ്ധവുമായിട്ട് നടക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടാകുന്ന തങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതാക്കുകയും, അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ഭാവിയിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഉതകുന്ന തങ്ങളുടെ പരിഹാര പ്രക്രിയയിൽ നിർണായക സ്വാധീനമുള്ള സിറിയ എന്നുള്ള രാജ്യത്തെ ഉപേക്ഷിച്ചു പോകാൻ ഇവർക്ക് കഴിയാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്രിയ എന്നുള്ളത് സുന്നി ഷിയ സംഘർഷങ്ങൾ എന്നല്ല വായിക്കേണ്ടതെന്നും അത് ഇവരുടെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പിന്തുണ നൽകൽ കൂടിയായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് വ്യാപകമായ സിവിൽ വാറിലേക്ക് അവിടെ കടന്നിട്ടുള്ളത്. അത് രക്തരൂക്ഷിതമായി ഒരുപാട് സിവിലിയൻസ്, സ്വാഭാവികമായിട്ടും സിവിൽ വാർ ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ഒരു തരത്തിലും അതിനെ നിർത്താൻ സാധ്യമല്ല എന്നതാണ്. കാരണം ഇവിടെ സിവിലിയൻസ് മൊത്തം ആയുധവൽക്കരിച്ചിരിക്കുകയാണ്. സിവിലിയൻസ് മൊത്തം പരസ്പരം പോരടിക്കുകയാണ്. അതിന്റെ നാശനഷ്ടങ്ങൾ എന്നുള്ളത് വളരെ വലുതാണ്. ഇതിന്റെ ഏറ്റവും കൂടുതൽ ഇരകളാക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണ ജനങ്ങളാണ്, സിറിയയിലെ ജനങ്ങളാണ്. ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പില്ലാത്ത സാഹചര്യത്തിൽ ആ രാജ്യം വിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. യൂറോപ്പിലും അല്ലെങ്കിൽ നദികളിലും പോയ പല ബോട്ടുകളിലും അപകടത്തിൽപ്പെട്ട് തീരത്തടിയുന്ന കുട്ടികളുടെ ചിത്രങ്ങളൊക്കെ അന്ന് വൈറലായിരുന്നു. അങ്ങനെയുള്ള നഷ്ടങ്ങളാണ്. അതിൽ പലരും, ഭൂരിഭാഗം ആളുകളും സുന്നികളായിരുന്നു, സുന്നി വിശ്വാസം പിന്തുടരുന്ന ആളുകളായിരുന്നു ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവരുടെ താല്പര്യങ്ങൾ എന്നുള്ളത് അത് ഫലസ്തീനുമായിട്ട് ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ തങ്ങളുടെ നയതന്ത്രപരമായ കാര്യങ്ങൾക്ക് ഈ ഒരു മേഖല നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത് കൊണ്ടുണ്ടായ സാഹചര്യമാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ ഇത്തരം ഒരു ആക്രമണം സിറിയയെ ലക്ഷ്യം വെച്ച് നടത്തുന്നുള്ളത്. സിറിയയിൽ നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. പക്ഷെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നുള്ളത് സൈനികമായിട്ട് ഇവരെ ഇത്തരത്തിൽ ബന്ധിപ്പിക്കുന്ന മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. പക്ഷേ അതിന് തടയിടുക എന്നുള്ള പണിയാണ് ഈ പുറത്തെ ഹിസ്ബുള്ള ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏതെങ്കിലും രീതിയിലുള്ള സിറിയയിലേക്കുള്ള ആക്രമണങ്ങൾ കൊണ്ട് ഹിസ്ബുള്ളക്ക് ഇറാനിൽ നിന്നും കിട്ടുന്ന പിന്തുണ ഇല്ലാതാക്കലാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെങ്കിൽ അതിനെ മറികടക്കുന്ന മറ്റൊരു പദ്ധതികളുമായിട്ടാണ് അത്തരത്തിൽ ഈ സിറിയയെ പൂർണ്ണമായിട്ടും പിന്തുണക്കുന്ന സമീപനമാണ് ഇറാനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഈ ഒരു ചരിത്ര പശ്ചാത്തലം കൂടി ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സിറിയൻ പ്രശ്നവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വസ്തുത എന്നുള്ളത്. ഏത് നിമിഷവും ഇസ്രായേലിന് നേരെയുള്ള ഈ ഒരു ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്നും കൂടി ഈ സമയത്ത് പറയേണ്ടതായിട്ട്